അസ്സലാമലൈക്കും. എനിക്ക് വരുന്ന കമന്റ്സിൽ നിന്നും ഇമെയിലിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഒരുപാട് കുട്ടി വ്യൂവേഴ്സ് ഉണ്ടെന്നാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിസ്ത മിൽക്കാണ്. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവാണ്. അപ്പം എന്റെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാൻ അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണം. അപ്പം ഈ പിസ്ത മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1/2 ലിറ്റർ കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഈ 1/2 ലിറ്റർ പാലിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പിസ്ത എടുത്തിട്ടുണ്ട്. അപ്പം നല്ല കളറുള്ള പിസ്ത വേണം നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. നല്ല ഗ്രീൻ കളറുള്ള പിസ്ത എടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു 6 ബദാമും എടുത്തിട്ടുണ്ട്, ഒരു 5 കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ഇത് കുട്ടികൾക്ക് ഒന്ന് കടിച്ചാൽ ഇതിൻ്റെ ഒപ്പം ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തത്. ഇതിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ പിസ്ത മാത്രം ഇട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് സാഫ്രോൺ വേണം. പിന്നെ വേണ്ടത് കോൺഫ്ലവർ. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. കോൺഫ്ലവറിന്റെ അളവ് കൂടരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1.5 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഈ പാലൊഴിച്ച് ഇതൊന്ന് കലക്കാം. ഇത് തണുത്ത പാലാണ് കേട്ടോ, കുറച്ച് പാല് മതി. കട്ടയില്ലാതെ ഇതൊന്ന് കലക്കി മാറ്റി വെക്കണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ 2 കുപ്പിയാണ്. നമ്മുടെ നാട്ടിലാവുമ്പോൾ മിൽമയുടെ ഇതുപോലെ പിസ്ത മിൽക്ക്, ചോക്ലേറ്റ് മിൽക്കൊക്കെ കിട്ടുന്ന കുപ്പിയുണ്ട്. ഇതിപ്പോൾ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങിച്ച കുപ്പിയാണ്. അപ്പം ശരിക്കും ഈ പിസ്ത മിൽക്ക് ഇതുപോലെ ഒരു കുപ്പിയിൽ ആക്കി കുടിക്കാൻ ഉള്ളതേ ഉള്ളൂ. വലിയ ഗ്ലാസ്സിലൊന്നും ഒഴിച്ച് കുടിക്കേണ്ട. കാരണം ഇത്ര തന്നെ അല്ലല്ലോ വാങ്ങിക്കാൻ കിട്ടുന്നത്. കുറച്ച് കുടിച്ചാലേ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കുപ്പി എടുത്തിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചാൽ മതി. ഗൾഫിലാണെങ്കിലും ഇത്തരം ജ്യൂസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് പൊട്ടുന്ന കുപ്പിയാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വാങ്ങി വെച്ചിരുന്നാൽ ഇതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒഴിച്ച് ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുട്ടികൾ വരുമ്പോൾ ഓരോ കുപ്പി എടുത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ കുപ്പി എടുത്തന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഈ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഇത് പൊടിയാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിപ്പായിട്ട് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇത്രയും ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ വേണം പൊടിച്ചെടുക്കേണ്ടത്, കണ്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതുപോലെ 6 or 7 ഏലക്ക എടുത്തിട്ട് ഈ ഏലക്കയും ഒന്ന് പൊടിച്ചെടുക്കണം. ഏലക്ക ഞാൻ ഈ നട്ട്സിൻ്റെ കൂടെയാണ് ഇട്ട് പൊടിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇതിലെ സ്കിൻ അങ്ങ് റിമൂവ് ചെയ്തേക്കണം. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അടിച്ചെടുത്താലും മതി. ഇവിടെ പിന്നെ വലിയ കുട്ടികളായതുകൊണ്ട് പ്രശ്നമില്ല. ഇത് കൊച്ചു മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഏലക്കയുടെ അരി മാത്രം എടുത്തിട്ടേ അടിച്ചെടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ടിനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം ഈ മിൽക്കിന് കുറച്ച് മധുരം ആവശ്യമാണ്. ഇതിവിടെ തിളയ്ക്കാൻ വെക്കുന്ന നേരം തന്നെ കുറച്ച് സാഫ്രോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും മതിയാകും. സാഫ്രോൺ എടുക്കുമ്പോൾ എപ്പോഴും ഇറാനിയൻ സാഫ്രോൺ ആണ് നല്ലത് കേട്ടോ. പാലിവിടെ ഇതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിൽക്ക് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഒരു ക്രീമി പരുവം വരുവാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു ക്രീമി പരുവം ആവണം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ കൂട്ട് ഇതിലാണ് ഞാൻ ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് മെയിനായിട്ട് വേണ്ടത്, പിസ്ത പൊടിച്ചത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, പിസ്ത ഇടുമ്പോൾ തന്നെ നല്ല ഒരു ഗ്രീൻ കളർ വരും. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ഞാനിവിടെ എനിക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി കളറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെർമിറ്റഡ് ഫുഡ് കളർ പിസ്ത ഗ്രീന് ചേർക്കുന്നുണ്ട്. ഒരു ഡ്രോപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പം ആ കളർ ചേർക്കേ വേണ്ട. കാരണം നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ അല്ലാതെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിലൊന്നും കളർ ചേർക്കത്തില്ല. ഇതുപോലെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പെർമിറ്റഡ് ഫുഡ് കളർ ചേർക്കുന്നത്. ഇപ്പം നല്ല ഒരു ക്രീമി പരുവത്തിലിരിക്കുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. പിസ്തയുടെയും സാഫ്രോണിൻ്റെയും ഏലക്കയുടെയൊക്കെ ചേർന്നിട്ട് നല്ല ഒരു മണമാണ്.
ഞാനിതിലേക്ക് 1 ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പം ശരിക്കൊരു പിസ്ത മിൽക്കായി. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഞാനിത് ബോട്ടിലേക്ക് ഒഴിച്ച് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കത്തുള്ളൂ. ഈ പാലിവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമുക്കിത് ബോട്ടിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ ഒഴിക്കുമ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഈ നട്ട്സൊക്കെ വരത്തുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കുടിക്കാനായിട്ട് എടുക്കാവൂ. എങ്കിൽ മാത്രമേ ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പിസ്ത മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചു മക്കൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. സലു കിച്ചൻ്റെ വക ഇപ്രാവശ്യം കൊച്ചു മക്കൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്കാണ്. ഇത് നന്നായിട്ട് തണുപ്പിച്ച് തന്നെ കുടിക്കണം. എങ്കിൽ മാത്രമേ ആ റിയൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കുടിച്ചു നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ.